ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 122. അപ്പോൾ സജ്ജനങ്ങളുടെ സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ ഉണ്ടായ അതിരുകവിച്ചിലാണ് ആളുകൾ തൗഹീദിൽ നിന്ന് മാറിപ്പോവാൻ ഇടയാക്കിയത് എന്നത് സംബന്ധിച്ച് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിൽ അടുത്ത ഹദീസിൻ്റെ വിശദീകരണം. വലി മുസ്ലിമിൻ അൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഹലകൽ മുതനത്തിഊൻ ഖാലഹാ സലാസ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിതീവ്ര നിലപാടുള്ളവർ, അതിയായ അമിതത്വം പുലർത്തുന്നവർ ഏത് വിഷയത്തിലാവട്ടെ അവർ നശിച്ചിരിക്കുന്നു എന്ന് 3 തവണ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന ഹദീസ്. ഇതാണ് കിതാബ് തൗഹീദിൽ നിന്നുള്ള ഭാഗം. ഇതിൻ്റെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൽ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല തുടർന്ന് പറയുക. ഖാല, അദ്ദേഹം പറഞ്ഞു, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല കിതാബ് തൗഹീദിൽ പറഞ്ഞു, വലി മുസ്ലിമിനുണ്ട്. യാനി ഉദ്ദേശിക്കുന്നത് റവാൽ ഇമാം മുസ്ലിം റഹിമഹുല്ല ഫി സ്വഹീഹിഹി. ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ആൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ തൊട്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഇബ്നു ഗാഫിരി അൽ ഹുദരി അസ്സഹാബിയുൽ ജലീൽ, മഹാനായ സ്വഹാബി, വൽ ആലിമുൽ കബീർ, മഹാനായ പണ്ഡിതൻ, അല്ലദീ യുഅദ്ദു മിൻ അകാബിരി ഉലമാഇ സ്വഹാബ, സ്വഹാബാക്കളിലെ പണ്ഡിതന്മാരിലെ വലിയ പണ്ഡിതന്മാരിൽ ഒരാളായി പരിഗണിക്കപ്പെടുന്ന മഹത് വ്യക്തിത്വം. വ ഇലൈഹിൽ മർജിഉ ഫിൽ ഫത്വ, ഫത്വയിൽ ആശ്രയിക്കപ്പെടുന്ന വ്യക്തിത്വം, അദ്ദേഹത്തിലേക്കാണ് ആശ്രയം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഹാബാക്കളുടെ കാലത്ത് ഫത്വകൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കപ്പെട്ടിരുന്ന ഒരു പ്രമുഖ സ്വഹാബി ആണ്. വഫീ റിവായത്തിൽ ഹദീസി വഗൈരി ദാലിക, അതേപോലെ ഹദീസിൻ്റെ റിപ്പോർട്ടിലും മറ്റു കാര്യങ്ങളിലൊക്കെ. ഫഹുവ മിൻ അകാബിരി സ്വഹാബ വമിൻ സാബിഖീനൽ അവ്വലീന ഫിൽ ഇസ്ലാം, സ്വഹാബാക്കളിൽ അകാബിറിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട വ്യക്തിത്വമാണ്. അതേപോലെ ഇസ്ലാമിൽ സാബിഖൂനൽ അവ്വലൂൻ എന്ന ഗണത്തിൽപ്പെടുന്ന, അതായത് ആദ്യം തന്നെ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന സ്വഹാബാക്കളിൽപ്പെട്ട വ്യക്തിത്വമാണ്. റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു അദ്ദേഹത്തെ തൊട്ട് തൃപ്തിപ്പെടുത്തെ. വകാനായിവാൻ മിൻ അഷദ്ദിന്നാസി തഹദീറൻ മിനൽ ബിദ്അത്തുകളിൽ നിന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന വിഷയത്തിൽ അതിശക്ത നിലപാട് സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. വൽ ഉലുവ്, അതേപോലെ ഒലുവിലും വ മവാഖിഫുഹു മിനൽ മുബ്തദിഅതി മഷ്ഹൂറത്തുൻ, പുത്തൻ വാദികൾ, ബിദ്അത്തിന്റെ ആളുകൾ, അവരുടെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട്, സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് അറിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ പ്രസിദ്ധമാണ്. കലിമാതുഹു റളിയല്ലാഹു തആല അൻഹു ഫി ദാലിക മഅ്ഥൂറ, അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള കലിമത്തുകൾ മഅ്ഥൂറത്താണ് എന്ന്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹലകൽ മുതനത്തിഊൻ ഖാലഹാ സലാസ, മുതനത്തിഈങ്ങൾ, അതിതീവ്ര നിലപാടുള്ളവർ, അമിതത്വം പുലർത്തുന്നവർ നശിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞു എന്ന്. അൽ മുതനത്തിഊൻ എന്ന് പറഞ്ഞാൽ ജംഉ മുതനത്തിഇൻ, മുതനത്തി എന്നതിൻ്റെ ബഹുവചനമാണ്. വഅസ്ലു തനത്തുഇ ഹുവ അത്തഖഉറു ഫിൽ കലാമി ഇദ്ഹാറൻ ലിൽ ഫസാഹത്തി. തനത്തുഇ എന്നതിൻ്റെ അടിസ്ഥാനം എന്നത്, ആ വാക്കിൻ്റെ അടിസ്ഥാനം, അത് സംസാരത്തിൽ ഫസാഹത്തിന്, വാഗ്വൈഭവത്തിന്, വാക്ചാതുര്യയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള തഖഉറാണ്, അതായത് അത് കൃത്രിമത്വം. അപ്പോൾ സംസാരത്തിൽ വാക്ചാതുരി അല്ലെങ്കിൽ ഫസാഹത്തിന് വേണ്ടിയിട്ട്, വാഗ്വൈഭവത്തിന് വേണ്ടിയിട്ട് കൃത്രിമത്വം കാണിക്കൽ എന്നതാണ് തനത്തുഇൻ്റെ അസ്ല്. ഹാദാ ഹുവ അസ്ലു തനത്തുഇ ഫിൽ, ഇതാണ് ഭാഷയിൽ അതിൻ്റെ അടിസ്ഥാനം. വൽ മുറാദു ഹുനാ, ഇവിടെ ഉദ്ദേശ്യം അത്തനത്തുഉ ഫിൽ കലാമി വത്തനത്തുഉ ഫിൽ ഇസ്തിദ്ലാലി വത്തനത്തുഉ ഫിൽ ഇബാദത്തി. ഇവിടെ ഹദീസിൽ തനത്തുഇ എന്ന് പറഞ്ഞാൽ ആ മുത്തനത്തീങ്ങൾ ആരാണ്? കലാമിലുള്ള തനത്തുഇ കാണിക്കുന്നവർ, സംസാരത്തിലുള്ള തനത്തുഇ, അതേപോലെ ഇസ്തിദ്ലാൽ, തെളിവ് പിടിക്കുന്നതിലുള്ള അതിതീവ്ര നിലപാട് അല്ലെങ്കിൽ അമിതത്വം, മുബാലഗത്ത്, ഉലുവ്. വ തനത്തുഉ ഫിൽ ഇബാദ, ഇബാദത്തിൻ്റെ വിഷയത്തിലുള്ള അമിതത്വവും. വ തനത്തുഉ ഫിൽ കലാമി മഅനാഹ്, ഇനി കലാമിൽ, സംസാരത്തിലുള്ള തനത്തുഇ, അതിതീവ്രത അല്ലെങ്കിൽ മുബാലഗത്ത് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ആശയം യതകല്ലമൽ ഇൻസാനു ബിൽ കലിമാത്തിൽ ഗരീബത്തായിട്ടുള്ള, വിചിത്രമായിട്ടുള്ള, അങ്ങനെയുള്ള
സംസാരങ്ങൾ, വാക്കുകൾ ഉപയോഗിക്കാം. അതായത് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ. പിന്നെ ലോകത്തിലെത്തി ലൈഫ് ഹമുഹാന്നാസ്, ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കട്ടുകട്ടിയിൽ സംസാരിക്കുക. ഫയത്തീബി ഉസ്ലൂബിൻ വൽഫാദിൻ മിൻ വഹ്ഷിയിൻ, വന്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള പ്രത്യേക വാക്കുകൾ പ്രത്യേക സ്റ്റൈലിൽ കൊണ്ടുവരിക. അല്ലോ മിൻ വഹ്ഷിയിലോ അത് ലാ യാരിഫുഹാന്നാസ്, ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കോലത്തിൽ. അതായത് ഞാൻ വലിയ സാഹിത്യം അറിയുന്ന ആളാണ് എന്ന നിലക്ക് പ്രത്യേകതരം വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രഭാഷണ രീതികളൊക്കെ, അതൊക്കെയാണ് തനത്തുകൾ, സംസാരത്തിലെ തനത്തുകൾ. കദാലിക തനത്തുഇ ഫിൽ കലാം, അതേ പ്രകാരം തന്നെ സംസാരത്തിലുള്ള തനത്തുഇ അമിതത്വത്തിൽപ്പെട്ടതാണ് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് സംസാരിക്കാം. ഫന്നാസു ബിഹാജത്തിൻ ഇലാ അൻ യുബയ്യിന ലഹും അഖീദത്തുഹും, ജനങ്ങൾക്ക് അവരുടെ അഖീദ വിവരിച്ചു കൊടുക്കൽ ആവശ്യമാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇബാദത്തും, അവരുടെ ഇബാദത്ത്, ത്വഹാറത്തും, അവരുടെ ശുദ്ധി, മുആമലാത്തിയും, അവരുടെ ഇടപാടുകൾ, ഇതൊക്കെയാണ് അവരുടെ സംസാരിക്കുക. തുമ്മ യദ്ഹബു യതകല്ലമു ഫീ അശ്യാഇൻ ബഈദത്തിൻ മിൻഹും, അവരിൽ നിന്ന് വിദൂരമായിട്ടുള്ള കുറേ അന്താരാഷ്ട്ര കാര്യങ്ങൾ, അങ്ങനത്തെ വിഷയങ്ങളിലേക്ക് പോകും പലരും. ബൽ ബഈദത്തിൻ മിൻ മുജ്തമിഇഹിം, അവരുടെ സൊസൈറ്റിയിൽ നിന്ന് വിദൂരമായിട്ടുള്ള കാര്യങ്ങൾ. യതകല്ലമു ഫീ ഉമൂരി സിയാസിയ, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. വൽ ഉമൂരിൽ ബഈദ, വിദൂരമായിട്ടുള്ള കാര്യങ്ങൾ. ഉമൂരി ദുവല, സാമ്രാജ്യങ്ങളുടെ കാര്യങ്ങൾ. ഉമൂരി വസായിലിൽ ഇഅ്ലാം, കമ്മ്യൂണിക്കേഷൻസ്, അതിൻ്റെ ഉമൂരി ബഈദ അൽ അവാം ലാ യഅരിഫൂന മിൻഹാ ഷൈഅൻ. എന്നിട്ട് ഈ പ്രസംഗം കേട്ടിട്ട് സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ല. വയഖ്റുജൂന മിൻ ഇൻദിഹി ബിജഹ്ലിഹിം, അയാളുടെ അടുത്തുനിന്ന് അവരുടെ ആ അറിവില്ലായ്മയോടുകൂടി തന്നെ പുറപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസംഗം 1 മണിക്കൂർ പ്രസംഗം 2 മണിക്കൂർ പ്രസംഗം കേട്ടിട്ട് അവർക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ലാ യഅരിഫൂന ഉമൂറ ദീനിഹിം, അവരുടെ ദീനിൻ്റെ കാര്യങ്ങളൊന്നും അവർ മനസ്സിലാക്കിയില്ല. ബൽ മിൻഹും മൻ ലാ യഅരിഫു കൈഫ യുസല്ലി, അവരുടെ കൂട്ടത്തിൽ പക്ഷേ നിസ്കരിക്കാൻ അറിയാത്തവരുണ്ട്. വമിൻഹും മൻ ലാ യഅരിഫു കൈഫ യതവദ്ദ, എങ്ങനെയാണ് വുളു എടുക്കാൻ അറിയാത്തവരുണ്ട്. വമിൻഹും മൻ ലാ യഅരിഫു കൈഫ യഗ്തസിലു മിനൽ ജനാബ, ജനാബത്തിൽ നിന്ന് എങ്ങനെയാണ് കുളിച്ച് ശുദ്ധിയാകാൻ അറിയാത്തവരുണ്ട്. ഫയഖ്റുജൂന ബിജഹ്ലിഹിം, എന്നിട്ട് ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് അവർ അവരുടെ ആജ്ഞതയോടുകൂടി തന്നെ എക്സിറ്റ് ആവും, പുറപ്പെടും, അത് തീർന്നു പോകും. പ്രസംഗം കഴിഞ്ഞിട്ടും ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടാണ്. വമൻ തഫഉ ബിഹാദൽ കലാമിൽ ബഈദിൽ ഗരീബി അൻ അസ്മാഇഹിം, അപ്പോൾ അത് കേട്ടിട്ട്, ഈ പ്രസംഗം കേട്ടിട്ട് അവർക്കൊരു ഉപകാരം ഉണ്ടായില്ല. ഹാദാമിന തനത്വം, ഇത് ഒരു തരം തനത്വമാണ് സംസാരത്തിൽ. വറദുൽ മുത്തക്കല്ലിമി, അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന പ്രഭാഷകൻ്റെ ലക്ഷ്യം, എയിം, അയാളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? യുബയ്യന ലിന്നാസി അന്നഹു ഫാഹിമുൻ, അയാൾ നല്ല മനസ്സിലാക്കുന്ന ആളാണെന്ന് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക. വന്നഹു മുസഖിഫുൻ, അയാൾ നല്ല സംസ്കാര സമ്പന്നനാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആണെന്നൊക്കെ അറിയിക്കുക. വലൗ അലാ ഹിസാബിൽ ഹാദിരീന, അത് ഈ ശ്രോതാക്കളുടെ കണക്കിന് വേണ്ടി ആണെങ്കിലും, എന്ന് പറഞ്ഞാൽ അവരുടെ സമയം വെറുതെ ചിലവഴിച്ചിട്ട്. വലൗ മാ ഫഹിമു, അവർക്ക് മനസ്സിലായില്ലേനും വേണ്ടിയില്ല. വലൗ മാ അറഫു ഷൈൻ, അവരൊന്നും മനസ്സിലാക്കിയില്ലേനും വേണ്ടിയില്ല. അപ്പോൾ ഹാദാമിന തനത്വം, ഇത് തനത്വമാണ്. വൽ മത്ലൂബ് മിനൽ ഖത്തീബ്, പ്രഭാഷകനിൽ നിന്ന്, അല്ലെങ്കിൽ ഖുത്ബ പറയുന്നവനിൽ നിന്നുള്ള തേടപ്പെടുന്ന കാര്യം. വൽ മുഹാദിരി വൽ മുത്തക്കല്ലിമി, പ്രഭാഷകൻ, ഖത്തീബ്, പിന്നെ പ്രസംഗകൻ, അവരിൽ നിന്ന് എന്താണ് തേടപ്പെടുന്ന കാര്യം, അവനിൽ നിന്ന് എന്താണ് വേണ്ടത്. വൽ മുദരിസിൽ നിന്നും അയ്യതകല്ലമ ഫീ ഹുദൂദി മാ യഫ്ഹമുൽ ഹാദിറൂൻ, ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഒരു പരിധിയിൽ സംസാരിക്കാനാണ്. വമാഹും ബിഹാജത്തിൻ ഇലൈഹി ഫി ഉമൂരി ദീനിഹിം, അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഫി ഉമൂരി മുആമലാത്തിഹിം വ അഖ്ലാഖിഹിം, അവരുടെ ഇടപാടുകൾ, സ്വഭാവങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ. ഹാദാ ഹുവ അൽ മത്ലൂബ്, ഇതാണ് സ്തുത്യർഹമായ തേടപ്പെടുന്ന കാര്യം, വേണ്ടതാങ്ങനെയാണ് എന്നർത്ഥം. ഇനി അയ്യക്കൂന ഖസ്ദുഹു നഫ്അൽ ഹാദിരീന, മാത്രമല്ല ഈ പ്രഭാഷകൻ്റെ ഉദ്ദേശ്യം ശ്രോതാക്കൾക്ക്, അവിടെ സന്നിഹിതരായ ആളുകൾക്ക്, അവർക്ക് ഉപകാരം ഉണ്ടാവണം എന്നതായിരിക്കും ഉദ്ദേശം. തഅലീമുൽ ഹാദിരീന, അവിടെ സദസ്സിലുള്ളവർക്ക് അവരെ പഠിപ്പിക്കുക, അവർക്ക് അധ്യാപനം ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കണം. ലാ യകൂനു ഖസ്ദുഹു ഇദ്ഹാറ ശഖ്സിയതിഹി, അവൻ്റെ പേഴ്സണാലിറ്റി അവിടെ വെളിവാക്കുക എന്നുള്ളതാവരുത് അവൻ്റെ ഉദ്ദേശം. ഇദ്ഹാറ ഫസാഹത്തിഹി, അവൻ്റെ വാക്ചാതുരി, വാഗ്വൈഭവം, അത് വെളിപ്പെടുത്തുക എന്നത് ആകരുത്. ഫഹാദ ഹാരിക്കുൻ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലക്കൽ മുത്തനത്തിഊൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഇത് നശിപ്പിക്കുന്ന കാര്യമാണ്, നാശഹേതുവാണ്, നശിപ്പിക്കുന്ന സംഗതി ആണ്, നശിക്കുന്നതാണ്. ഫൽനഹ്ദർ മിൻ ഹാദാ ഹീനമാ നതകല്ലമു ഫി ദർസിൻ, അപ്പോൾ നമ്മൾ ദർസിൽ സംസാരിക്കുമ്പോൾ ഈ കാര്യം സൂക്ഷിക്കണം. ഹീനമാ നഖ്തുബു ഫിൽ ജുമുഅ ഔ ഈദിൻ ഔ ഇസ്തിസ്ഖാഇൻ, ഇസ്തിസ്ഖാ
നമസ്കാരത്തിൻ്റെ ഖുത്തുബയിലാവട്ടെ, ഈദ് നമസ്കാരത്തിൻ്റെ ഖുത്തുബ, ജുമാ നമസ്കാരത്തിൻ്റെ ഖുത്തുബ, ഇതിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇത് കാര്യം ശ്രദ്ധിക്കണം. ഹീനവാനുൽ മുഹാദറ, അതേപോലെ മുഹാദറത്തിൻ്റെ സമയം. അലൈന അൻ നുറാഇ ഹാലത്തുൽ ഹാദിരീൻ, സദസ്യരുടെ അവസ്ഥ നമ്മൾ പരിഗണിക്കൽ ആവശ്യമാണ്. അവരുടെ ഒരു നിലവാരത്തിനനുസരിച്ചായിരിക്കണം സംസാരിക്കുന്നത്. വഅൻ നഅ്തിയ മിനൽ കലാമി ബിമാ യഫ്ഹമൂനഹു, അവർ മനസ്സിലാക്കുന്ന സംസാരമായിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത്. വമാ യസ്തഫീദൂന മിൻഹു, അതിൽ നിന്ന് അവർക്ക് ഫായിദ കിട്ടുന്നതായിരിക്കണം. വഅയ്ദൻ യകൂനു ബി ഉസ്ലൂബിൻ സഹലിൻ, ലളിതമായ ശൈലിയിൽ ആയിരിക്കണത്. ലാ നതഅമ്മദുൽ മജീഅ ബി അസാലീബൻ ലാ യഫ്ഹമൂനഹ, വരുന്ന ആൾക്ക് അവർ മനസ്സിലാകാത്ത സ്റ്റൈലിൽ നമ്മൾ അവലംബിക്കരുത്, അതിൽ നമ്മൾ നിലകൊള്ളരുത്. അപ്പോൾ കലിമാത്തിൻ ലാ യഫ്ഹമൂനഹ, അവർക്ക് മനസ്സിലാകാത്ത വചനങ്ങൾ, വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുത്. ബൽ ഇഖ്താറുൽ മൗദൂഅ അൽ മുനാസിബ്, യോജിച്ച ഒരു വിഷയം ഇത് സെലക്ട് ചെയ്യണം. വൽ ഉസ്ലൂബ് അൽ മുനാസിബ, അതേപോലെ യോജിച്ച സ്റ്റൈൽ സ്വീകരിക്കണം. വൽ ലുഗത്തല്ലത്തി യഫ്ഹമൂനഹ, അവർ മനസ്സിലാക്കുന്നൊരു ഭാഷ സ്വീകരിക്കണം എന്നതാണ്. ഹാദല്ലദീ യുരീദുൽ ഖൈറ ലിന്നാസ്, ഇങ്ങനെയുള്ള ആളാണ് ജനങ്ങൾക്ക് നന്മ ഉദ്ദേശിക്കുന്നത്. വയുരീദു തഅലീമന്നാസ്, ജനങ്ങളെ പഠിപ്പിക്കണം, ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കണം ഉദ്ദേശിക്കുന്ന ആൾ അങ്ങനെയായിരിക്കും. അമ്മല്ലദീ യുരീദു അൻ യുദ്ഹിറ നഫ്സഹു അലാ ഹിസാബിന്നാസ്, ജനങ്ങളെ ചെലവിൽ, ജനങ്ങളെ കണക്കിൽ അവൻ്റെ സ്വന്തത്തെ അവൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആൾ, അവൻ്റെ അറിവും അവൻ്റെ ആ പേഴ്സണാലിറ്റിയും ജനങ്ങൾക്ക് മുമ്പിൽ വിളംബരം ചെയ്യണം എന്നുദ്ദേശിക്കുന്ന ആൾ, ഫഹാദാഹുവൽ മുത്തനത്യ, അവൻ മുത്തനത്യാണ്. വഹാദ ലാ യുഫീദ് ഷിയൻ, ഇവരെ കൊണ്ടൊരു പ്രയോജനമല്ല. വയഖ്റുജു കമാ ദഖല മിൻ ഗൈരി ഫായിദ, അപ്പോൾ എന്താണ്, അവൻ പുറപ്പെടും അവൻ പ്രവേശിച്ച പോലെ, ഒരു ഉപകാരമില്ലാതെ. പറഞ്ഞാൽ അവൻ വന്നപ്പോൾ എങ്ങനെയാണോ ജനങ്ങൾ ആ പ്രഭാഷണത്തിന് മുമ്പ്, അതുപോലെ തന്നെ ആ പ്രഭാഷണം കഴിഞ്ഞിട്ടും ജനങ്ങൾ, കാരണം ആ പ്രഭാഷണം കൊണ്ട് ജനങ്ങൾക്കൊരു ഉപകാരമൊന്നും കിട്ടിയില്ല. ഫഅലൈന അൻ നതനബ്ബഹ ലിദാലിക, അപ്പോൾ ഇക്കാര്യം നമ്മൾ ഓർമ്മിക്കൽ നിർബന്ധമാണ്. ലിഅല്ലാ നകൂന മിനൽ മുതനത്തിഈന ഫിൽ കലാം, എന്തിനു വേണ്ടി, നമ്മൾ സംസാരത്തിൽ മുതനത്തിഈങ്ങൾ ആകാതിരിക്കാൻ വേണ്ടി. അമീറുൽ മുഅ്മിനീന അലി ഇബ്നു അബീ ത്വാലിബ് യഖൂൽ, അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ അതുരീദൂന അൻ യുകദ്ദിബ അല്ലാഹു വറസൂലുഹു, ജനങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അറിയുന്നത് അറിയാത്തവർ കൊടുക്കണ്ടേ, അതല്ല ഉദ്ദേശിച്ചത്. അതായത് ജനങ്ങൾക്ക് അറിയുന്ന കോലത്തിൽ, അവർക്ക് അറിയുന്ന ശൈലിയിൽ, ആ സ്റ്റൈലിൽ സംസാരിക്കുക, അവർക്കറിയുന്ന ഭാഷയിൽ സംസാരിക്കുക. അവർക്കൊരിക്കലും അല്ലാത്ത കാര്യങ്ങൾ അതിങ്ങനെ വെറുതെ വിളമ്പി സമയം കളയേണ്ട ആവശ്യമില്ല. അതുരീദൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു, അള്ളാഹും റസൂലും കളവാക്കപ്പെടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ എന്ന്. അപ്പോൾ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പക്ഷേ അത് യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്താൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ വെറുതെ തുടങ്ങി വെക്കേണ്ടതില്ല. അത് ഒരു പക്ഷേ അവരുടെ ഈമാൻ തന്നെ ഫസാദാവാനും ചിലപ്പോൾ സാധ്യത ഉണ്ടല്ലോ, അങ്ങനത്തെ ചില കാര്യങ്ങൾ. അമ്മത്തനത്തുഉ ഫിൽ ഇസ്തിദ്ലാലി ഫഹുവ ത്വരീഖത്തു അഹ്ലിൽ കലാമി വ അഹ്ലിൽ മന്തിഖി അല്ലദീന അദലു അനിൽ ഇസ്തിദ്ലാലി ബിൽ കിതാബി വസുന്ന ഇലൽ ഇസ്തിദ്ലാലി ബിഖവാഇദിൽ മന്തിഖി വ മുസ്തലഹാത്തിൽ മുതകല്ലിമീൻ. ഇനി ഇസ്തിദ്ലാൽ, തെളിവ് പിടിക്കുന്നതിൽ, ദീനിൻ്റെ ഓരോ വിഷയങ്ങൾക്ക് തെളിവ് പിടിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിൽ തെളിവ് പിടിക്കുന്ന അതിലുള്ള ഉലുവ്, അമിതത്വം എന്നത് അത് ആരുടെ രീതിയാണ്? അഹ്ലുൽ കലാം, മുത്തകല്ലിമീങ്ങളുടെ രീതിയാണ്. അതേപോലെ മന്തിഖിൻ്റെ ആളുകൾ, തർക്കശാസ്ത്രത്തിൻ്റെ ആളുകളുടെ രീതിയാണ്. അവർ എന്താണ്? അല്ലദീന അദലു അനിൽ ഇസ്തിദ്ലാലി ബിൽ കിതാബി വസുന്നത്തി ഇലൽ ഇസ്തിദ്ലാലി ബിഖവാഇദിൽ മന്തിഖി വ മുസ്തലഹാത്തിൽ മുതകല്ലിമീന. അവർ അദലുവാൻ ഡീവിയേറ്റ് ചെയ്തു, ഡൈവേർട്ട് ചെയ്തു. എങ്ങനെ? എവിടുന്ന്? കിതാബ് സുന്നത്ത്, വിശുദ്ധ ഖുർആനും സുന്നത്തും വെച്ച് തെളിവ് പിടിക്കുന്ന രീതിയിൽ നിന്ന് അവർ മാറിയിട്ട് തർക്കശാസ്ത്രത്തിൻ്റെയും മുത്തക്കല്ലിമീങ്ങളുടെ മുസ്തലഹാത്തും ഉപയോഗിച്ചിട്ട് അത് വെച്ചിട്ട് അവർ തെളിവ് പിടിക്കുന്നതിലേക്ക് ഡൈവേർട്ട് ചെയ്തു, ഡീവിയേറ്റ് ചെയ്തു, മാറിപ്പോയി എന്നതാണ്. ഇനി വൽ മന്തിഖു ഹാദാ മിൻ ഐന ജാ, എവിടുന്നാണ് ഈ തർക്കശാസ്ത്രം വന്നത്? വ ഖവാഇദുൽ മന്തിഖി മിൻ ഐന ജാഅത്, എവിടുന്നാണ് മന്തിഖിൻ്റെ റൂൾസ്, നിയമങ്ങളൊക്കെ വന്നത്? ജാഅത്ത് മിനൽ യുനാൻ, അത് ഗ്രീസിൽ നിന്ന് വന്നതാ. ഇസ്തജലബൂഹ വസ്തഅമലുഹ ഫിൽ ഇസ്ലാം, അതുകൾ വലിച്ചു വളർന്നിട്ടിട്ട് അത് ഇസ്ലാമിലേക്ക് അവർ ഉപയോഗിച്ചു, മന്തിഖിൻ്റെ ആൾക്കാർ. വ തറഖു അൽ ഇസ്തിദ്ലാല ബിൽ കിതാബി വസുന്ന, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വെച്ചിട്ട് തെളിവ് പിടിക്കുന്നതിന് അവർ ഉപേക്ഷിച്ചു. വഖാലു, അവർ പറഞ്ഞു, ഇന്നൽ അദില്ലത സമഇയ്യത്തായിട്ടുള്ള തെളിവുകൾ, സവ്യപരമായിട്ട് തെളിവുകൾ, ലാ തുഫീദുൽ യഖീന, അത് ദൃഢബോധ്യം ഉണ്ടാക്കൂല. കിതാബും സുന്നത്തും മാത്രം പറഞ്ഞിട്ട് അതിൽ ദൃഢബോധ്യം ഉണ്ടാക്കൂല. വ ഇന്നമല്ലദി യുഫീദുൽ യഖീന ഹുവൽ അദില്ലത്തുൽ അഖ്ലിയ, അത് ബുദ്ധിപരമായിട്ടുള്ള തെളിവുകൾ, അതാണ് ഉറപ്പുണ്ടാക്കുക, ദൃഢത ഉണ്ടാക്കുക എന്ന്
അത് മാത്രമാണ് ഉറച്ച വിശ്വാസം ഉണ്ടാക്കുക എന്നവർ വാദിച്ചു. ബിസാനിയും അവരുടെ വാദപ്രകാരം ഫബിദാലിക ഹലക്കു, അത് കാരണത്താൽ അവർ നശിച്ചു. അൽ വാജിബ് അൻ യകൂന ഇസ്തിദ്ലാലു ബിൽ അദില്ലത്തി ശർഇയ്യത്തി മിനൽ കിതാബി വസ്സുന്നത്തി വഇജ്മാഇൽ മുസ്ലിമീന വൽ ഖിയാസി സ്വഹീഹി. നിർബന്ധമായ കാര്യം എന്താണ്? തെളിവ് പിടിക്കുക എന്നത് ശർഇയായ തെളിവുകൾ കൊണ്ടാണ് പിടിക്കേണ്ടത്. മിനൽ കിതാബി വസ്സുന്നത്തി, വിശുദ്ധ ഖുർആനും സുന്നത്തിൽ നിന്നും, അതേപോലെ മുസ്ലിങ്ങളുടെ ഇജ്മായിൽ നിന്നും, അതേപോലെ സ്വഹീഹായ ശരിയായ ഖിയാസിൽ നിന്നും. കമാഹു അലൈഹി ഉലമാഉ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ നിലപാട് പോലെ. വലിഹാദാ യഖൂലുൽ ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാഹ്, ഈ കാരണത്താൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹുക്മി ഫി അഹ്ലിൽ കലാം, കലാമിൻ്റെ അഹ്ലുൽ കലാം മുതകല്ലിമീങ്ങളുടെ വിഷയത്തിൽ എൻ്റെ നിലപാട് എന്നത്, എൻ്റെ വിധി എന്നത് എന്താണ്? അൻ യുദ്റബൂ ബിൽ ജരീദി വൻ നിആൽ, അവർ ഈത്തപ്പന മട്ടൽ കൊണ്ടും ചെരുപ്പ് കൊണ്ടും അവർ അടിക്കപ്പെടണം എന്നതാണ്. വഅൻ യുതാഫ ബിഹിം ഫിൽ ഖബായിൽ, എന്നിട്ട് അവരെന്ത് ചെയ്യണം? കബീലകളിൽ, ഗോത്രങ്ങളിൽ, ആളുകളുടെ ഇടയിൽ അവരെ ചുറ്റിക്കണം. വഅൻ യുഖാൽ, എന്നിട്ട് ഇങ്ങനെ പറയപ്പെടണം, ഹാദാ ജസാഉ മൻ അറള അനിൽ കിതാബി വസുന്ന, വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും വ്യതിചലിച്ചവരുടെ പ്രതിഫലം ഇതാണ്. വഷ്തഗല ബി ഇൽമിൽ കലാം, ഇൽമുൽ കലാമിൽ മുഴുകിയവരുടെയും അവരുടെ പ്രതിഫലം ഇതാണെന്ന് പറഞ്ഞിട്ട് അവരെ ചെരിപ്പ് കൊണ്ടും ഈത്തപ്പന മട്ടൽ കൊണ്ടും അടിച്ചോടിക്കണം, അടിച്ചിട്ട് ജനങ്ങളെ അടിയിൽ ഇങ്ങനെ നടത്തിക്കണം എന്നതാണ് ആര് പറഞ്ഞത്? ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് പറഞ്ഞത്. ഈ പറഞ്ഞ മുത്തകല്ലിമികളാണ് എന്ത് ചെയ്ത്? അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അതിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമാണെന്നുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇമാമുകൾ ഒക്കെ വ്യക്തമാക്കിയതാണ്. അതായത് സലഫ് സ്വാലിഹീങ്ങളായ ഒരാളും അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉന്നതാത്മാക്കളാണ്, മഹാന്മാരുടെ ആത്മാക്കളാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ മുത്തകല്ലിമീങ്ങൾ ചിലർ പറഞ്ഞു എന്ത്? മുത്തകല്ലിമീങ്ങൾ ആണ് പറഞ്ഞത് എന്ത്? അവിടെ കലിമാത്തുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉന്നതാത്മാക്കളാണ് ഉദ്ദേശം. അപ്പോൾ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ കലിമാത്തുള്ള താമാത്ത്, അതുകൊണ്ട് കാവൽ തേടുന്നു പറഞ്ഞാൽ അവിടെ ഉദ്ദേശ്യം മരിച്ചുപോയ മരിച്ചുപോയ മഹാന്മാരുടെ ആത്മാക്കളാണ്. അപ്പോൾ മരിച്ചുപോയ മഹാന്മാരുടെ കാവൽ തേടാം എന്നതിന് ഇവർ തെളിവ് പിടിച്ചു. അവരുണ്ടാക്കിയ ദുർവ്യാഖ്യാനം മാത്രം. ഈ ആ മുത്തക്കല്ലിമീങ്ങളുടെ അവസ്ഥയാണ് ആര്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നത്. അവരെ മട്ടലും ചെരുപ്പെടുത്തിട്ട് അടിക്കണം എന്ന്. ഇക്കാര്യമൊക്കെ ഈ പണ്ടേയുള്ള മുത്തക്കല്ലിമീങ്ങൾ, അവർ പിൻപുറക്കാരായ മുത്തക്കല്ലിമീങ്ങൾ കുറേ കൂടി വഴിപിഴച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫമിൻ ഹൗലാഇ മൻ യത്റുകുൽ കലാം അല്ലാഹി വ കലാമ റസൂലി, അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമും അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരവും ഒഴിവാക്കുന്ന കൂട്ടർ. ഫയഅതി ബി ഖവാഇദിൽ മൻതിഖി, എന്നിട്ട് തർക്കശാസ്ത്രത്തിൻ്റെ റൂൾസ്, ചട്ടങ്ങൾ, നിയമങ്ങൾ കൊണ്ടുവരുന്നവർ. ഹത്താ ഫിൽ അഖായിദി, അഖീദയുടെ വിഷയങ്ങളിൽ വരെ. വഹുവ മാ യുസമ്മൂനഹു അൽ ആന ഇൽമു തൗഹീദ്, എന്നിട്ട് അവർ പറയും അത് ഇൽമു തൗഹീദാണ്. യുസമ്മൂന ഇൽമുൽ മൻതിഖി വ ഇൽമുൽ കലാം, എന്നിട്ട് അതിന് പേര് വെക്കപ്പെടും മന്തിഖിൻ്റെ ഇൽമ്, കലാമിൻ്റെ ഇൽമുൽ കലാം, ഇൽമു തൗഹീദ്. എന്നിട്ട് അതായത് മന്തിഖിൻ്റെ ഇൽമിനെയും കലാമിൻ്റെ ഇൽമുൽ കലാമിനെയും ഇൽമു തൗഹീദായിട്ട് അവതരിപ്പിക്കും. വലിദാലിക വഖഉ ഫിൽ ഹലാക്, കാരണത്താൽ അവർ നാശത്തിൽ പെട്ടു. വവല്ലു വഅദല്ലു, അവർ വഴിപിഴപ്പിക്കുകയും ചെയ്തു. വഖദ് ഇൻതഹാ അംറുഹും ഫിൽ ഇലൽ ഹൈറ, അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ആകെ കൂടി കൺഫ്യൂഷനിലേക്ക് പോയി. ഒരു ഹൈറത്തിലേക്ക് അവർ ചെന്നു. ഖമാ ഷഹിദ ബിദാലിക അകാബിറുഹും, അവരുടെ തന്നെ മഹാന്മാർ, വലിയ ആൾക്കാർ അത് സാക്ഷ്യപ്പെടുത്തിയതുപോലെ. വബഅദുഹും ഇൻദൽ വഫാത്തി അഷ്ഹദൽ ഹാദിരീന ബിഅന്നഹു മാത വലാഹു വലാ യഅരിഫു ഷൈഅ, അവരിൽപ്പെട്ട ഈ മുത്തക്കല്ലിമീങ്ങളിൽപ്പെട്ട പല പണ്ഡിതന്മാരും മരിക്കുന്ന സമയത്ത് അവിടെ ഹാദറായ ആൾക്കാർക്ക് സാക്ഷ്യം വഹിച്ചു എന്ത്? ഒന്നും അറിയാതെയാണ് മരിക്കുന്നത്. മഅന്നഹു അഫ്നാ ഉംറഹു ഫി ഇൽമിൽ കലാമി വൽ ജദലി വൽ മന്തിഖ്, തർക്കത്തിൽ, മന്തിഖിൽ, തർക്കശാസ്ത്രത്തിൽ, ഇൽമുൽ കലാമിൽ അയാളുടെ ആയുസ് നശിപ്പിച്ചിട്ട് ഒന്നും അറിയാതെയാണ് മരിച്ചു പോകുന്നത് എന്ന് വലിയ മുത്തക്കല്ലിമീങ്ങളായിട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ വഫാത്തിൻ്റെ സമയത്ത് പറയേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ ചിലരൊക്കെ തൗബ ചെയ്ത് വരെ മടങ്ങി എന്നും മനസ്സിലാക്കാം. ഹാദാ മആലുൽ മുത്തനത്തിഈൻ, ഇതാണ് മുത്തനത്തിഈങ്ങളുടെ അവസ്ഥ, അവരുടെ മടക്കം. വൽ ഇയാദു ബില്ലാഹി, അല്ലാഹുവിൽ ശരണം. അപ്പോൾ ചിലർക്കൊക്കെ തൗബ ചെയ്യാൻ അവസരം കിട്ടി, അത്രയെങ്കിലും അത് അൽഹംദുലില്ലാഹ് എന്ന് പറയാം. പക്ഷേ അവരെഴുതിയ കിതാബുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു ഇപ്പോഴും എന്നതാണ്. ഇപ്പോൾ ഇമാം റാസി റഹിമഹുല്ലാഹ് അദ്ദേഹമൊക്കെ അവസാന കാലഘട്ടത്തിൽ മടങ്ങി ഇൽമുൽ കലാമിൻ്റെയൊക്കെ അതിന് പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി അദ്ദേഹം ശരിയായ അഖീദയിലേക്കും മൻഹജിലേക്ക്, സലഫുകളുടെ മൻഹജിലേക്ക്
വന്നു എന്നൊക്കെ ചില കിതാബുകളിലൊക്കെ കാണാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തഫ്സീർ അർ-റാസിദ് അതിലൊക്കെ പല പല പ്രശ്നങ്ങളുണ്ട്. അതേസമയം പല നല്ല കാര്യങ്ങളും അതിൽ കാണാം. ഇനി വഷഹാദാത്തുഹും അല അംഫുസിഹിം മൗജൂദ, അവർ സ്വന്തമായിട്ട് പറഞ്ഞ സാക്ഷ്യങ്ങൾ അത് കാണപ്പെടുന്നതാണ്, അതുള്ളതാണ്. ഇമ്മ യദുല്ലു അലാ സിദ്ഖി ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തെ സത്യപ്പെടുത്തുന്നത് അറിയിക്കുന്ന ഹാലക്കൽ മുതനത്തിഉൻ എന്ന്. അമ്മ തനത്തുഉ ഫിൽ ഇബാദ, ഇനി ഇബാദത്തിലെ തനത്തുഉ അമിതത്വം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫഹുവ കമാ സലഫ, അത് നേരത്തെ കഴിഞ്ഞ് പറഞ്ഞ പോലെ ഹുവ അൻ യസീദൽ ഇൻസാനു ഫിൽ ഇബാദത്തി അലൽ ഹദ്ദിൽ മഷ്റൂ, ഷറാക്കപ്പെട്ട നിയമമാക്കപ്പെട്ട ഹദ് പരിധി അതിൽ കൂടുതലായിട്ട് കവിഞ്ഞുകൊണ്ട് ഇബാദത്ത് മനുഷ്യൻ കൊണ്ടുവരിക. വഹാദിഹി റുഹ്ബാനിയത്തുൻ നസാറ, ഇത് റഹ്ബാനിയത്തിൻ്റെ നസാറാക്കളുടെ റഹ്ബാനിയത്ത, അതെന്താണ്? പൗരോഹിത്യമാണ്. അമ്മൽ ഹദ്ദുൽ മഷ്റൂ ഫഹുവ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഷറാക്കപ്പെട്ട പരിധി എന്ന് പറയുന്നത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഉസല്ലീമു അനാമു, ഞാൻ നിസ്കരിക്കും ചെയ്യും ഉറങ്ങും ചെയ്യും, അല്ല രാത്രി മുഴുവൻ നിസ്കരിക്കല്ല, രാത്രി കുറച്ച് സമയം ഉറങ്ങും നിസ്കരിക്കും ചെയ്യും. ചിലപ്പോൾ കുറച്ച് സമയമായിരിക്കും ഉറങ്ങുന്നത്, കൂടുതൽ സമയം നിസ്കരിക്കും. ചിലപ്പോൾ കുറച്ച് സമയം നിസ്കരിക്കും, കൂടുതൽ സമയം ഉറങ്ങും. ഇങ്ങനെയൊക്കെ വരും. അസൂമു വ ഉഫ്തിറു, ഞാൻ നോമ്പ് നോൽക്കും നോമ്പ് മുറിക്കും എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നോമ്പ് ഇടയ്ക്ക് നോമ്പില്ലാതെ, അതായത് റമദാൻ മാസത്തിൽ ഫുള്ള് നോമ്പ് നോൽക്കുക, അല്ലാത്ത സുന്നത്ത് നോമ്പുകൾ അത് ഇടയ്ക്ക് നോമ്പ് നോൽക്കാതിരിക്കുക എന്നതാണ്. വഅതസവ്വജു അന്നിസ, ഞാൻ എന്ത് ചെയ്യും? സ്ത്രീകളെ വിവാഹം ചെയ്യും. ആകുലുൽ ലഹ്മ, ഞാൻ ഇറച്ചി ഭക്ഷിക്കും. വമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, അപ്പോൾ എൻ്റെ ചര്യയിൽ നിന്ന് ആര് വിട്ടു നിൽക്കുന്നു അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ ഇറച്ചി കഴിക്കാത്തവരൊക്കെ പിന്നെ മുസ്ലിം അല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതായത് ഇറച്ചി അതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കണമെന്നില്ല എന്നതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഇറച്ചി ഇഷ്ടമല്ലെങ്കിൽ ആൾക്ക് കഴിക്കണ്ട, പക്ഷേ ആ ഇറച്ചി കഴിക്കുന്നത് ഒരു മതപരമായിട്ടുള്ള വിലക്ക് എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു മതപരമായ കാര്യം നിലക്ക് മാറിക്കുക എന്നുള്ളതാണെങ്കിൽ അത് തെറ്റും ആണ്. ഒരാൾക്ക് ഇറച്ചി ഇഷ്ടമല്ലെങ്കിൽ കഴിക്കാതിരിക്കാം. ഹാദാ ഹുവൽ ഇഅ്തിദാൽ, ഇതാണ് ഇഅ്തിദാൽ, ഇതാണ് ചൊവ്വായി നേരെ ചൊവ്വേ നിൽക്കുക എന്നുള്ളത്. അമ്മ തബത്തുലു വഅദുമു തസവ്വുജ് വസ്സിയാമു ദായിമൻ വലാ യഫ്തുറു വസ്സലാത്തു കുല്ല ലൈലിൻ വലാ യനാം. ഇനി തബത്തുൽ ഒഴിഞ്ഞു മാറി, അതായത് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കാര്യം ചെയ്യാതെ അതിനായിട്ട് ഒഴിഞ്ഞു നിൽക്കുക. ഇബാദത്ത് പറഞ്ഞാൽ പല സാമൂഹ്യ സേവനമൊക്കെ ഇബാദത്താണ്. എന്നാൽക്കല്ല ഉദ്ദേശിക്കുന്നത് നിസ്കാരം, നോമ്പ്, ദിക്ർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുക. വഅദുമു തസവ്വുജ്, കല്യാണം പോലും കഴിക്കാതെ, അതേപോലെ ദായിമായിട്ട് എല്ലാ ദിവസവും നോമ്പ് വെക്കുക. വലാ യഫ്തുറു, നോമ്പില്ലാത്തൊരു ദിവസമല്ല. അങ്ങനെ വസ്സലാത്തു കുല്ല ലൈലി, എല്ലാ രാത്രിയും നോമ്പ് വെക്കുക. വലായനം ഉറങ്ങാതിരിക്കുക. ഫഹാദ കുല്ലുഹു മിനൽ ഉലുവി, ഇതൊക്കെ ഉലുവിൽപ്പെട്ടതാണ്, അമിതത്വം. ഒമിൻ തനത്വഇല്ലദീ യഹ്ലികു സാഹിബുഹു കമാ ഹലകത്തിൻ നസാറ ഫി റഹ്ബാനിയത്തി, നസാറാക്കൾ അവരുടെ പൗരോഹിത്യത്തിൽ നശിച്ചതുപോലെ ഇങ്ങനെയുള്ള രീതി അവലംബിക്കുന്നവർ എന്ത് ചെയ്യും? നശിക്കുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദറ മിനൽ ഉലുവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലുവിൽ നിന്ന് മുന്നറിയിപ്പ് നൽകി, അതായത് അമിതത്വം. ഹദ്ദറ മിൻ റഹ്ബാനിയത്തിൻ നസാറ, നസാറാക്കളുടെ റഹ്ബാനിയത്തിൽ നിന്നും മുന്നറിയിപ്പ് നൽകി. അമറ ബിൽ ഇഅ്തിദാരി വത്തവസ്സുതി, മധ്യമ നിലപാട്, നേരെ ചൊവ്വയുള്ള നിലപാട് കൊണ്ട് നബി കൽപ്പിച്ചു. വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദദ്ദീനു മതീനുൻ വലൻ യുഷാദ്ദദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു, ഈ ദീൻ മതീനാണ്, നല്ല സ്ട്രോങ് ആണ്, ശക്തമായ ദീനാണ്. വലൻ യുഷാദ്ദദ്ദീന, ദീനിനെ ഈ തസ്ദീദാക്കുക എന്ന് പറഞ്ഞാൽ, അതായത് അതിതീവ്ര നിലപാട് സ്വീകരിക്കുക ദീനിൻ്റെ വിഷയത്തിൽ എന്നത്, അങ്ങനെയുള്ള ഒരാളും തസ്ദീദാക്കുന്നില്ല ഇല്ലാ ഗലബഹു, അവൻ പരാജയപ്പെട്ടിട്ടല്ലാതെ. അത് ആ അതിതീവ്ര നിലപാട് ചില വിഷയങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ അവൻ തന്നെ എന്ത് ചെയ്യും? പരാജയപ്പെടുമെന്നതാണ്. അത് അങ്ങനത്തെ നിലപാട് സ്വീകരിക്കുന്ന ആൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വഖാല തആല ഫത്തഖുല്ലാഹ മസ്തതഅ്തും വസ്മഉ വാതിഉ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം തഖ്വ ചെയ്യുക, സൂക്ഷിക്കുക. വസ്മഉ, നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. വാതിഉ, നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുംബത്ത് ലാ അർളൻ ഖത വലാ ളഹറൻ അബ്ഖ വൽ മുംബത്തു ഹുവ അല്ലദീ യുകല്ലിഫു നഫ്സഹു ബിസ്സൈരി വലാ യസ്തരിഹു വലാ യുരീഹ് റാഹിലത. ഈ മുമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു ഭൂമിയും താണ്ടിയിട്ടില്ല എന്നാണ്. ലാ അർദൻ ഖത എന്ന് പറയുന്നത്. മുമ്പത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അവൻ യാത്രക്ക് ക്ലേശം അനുഭവിപ്പിക്കുക സ്വന്തം നഫ്സിന്. അങ്ങനെ വലാ യസ്തരിഹു വലാ യുരീഹു റാഹിലത, അവൻ സ്വയം വിശ്രമിക്കൂല, അവൻ്റെ റാഹിലത്തെ, അവൻ്റെ മൃഗം ഒട്ടകം, ആ ഒട്ടകത്തെ അവൻ വിശ്രമിപ്പിക്കുകയില്ല.
ഒട്ടകത്തിനും ഒരു റെസ്റ്റ് കൊടുക്കില്ല, അവനും റെസ്റ്റ് എടുക്കില്ല. അവൻ തുടർച്ചയായിട്ട് യാത്ര ചെയ്യാണ്. അങ്ങനെയാകുമ്പം അവൻ യഥാർത്ഥത്തിൽ ഒരു ഭൂമിയും താണ്ടുന്നില്ല. കാരണം യാത്രയുടെ ലക്ഷ്യങ്ങൾ അവനക്ക് കൈവരിക്കാൻ കഴിയില്ല എന്നതാണ്. ഹാദ എമ്പത്തു യാനി യങ്കത്യു, ഇവൻ എന്ത് ചെയ്യാൻ മുറിഞ്ഞു പോകും. എമ്പത്തു എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോകും, അവൻ്റെ യാത്ര മുറിഞ്ഞു പോകും. അവന് യാത്ര അവസാനിപ്പിക്കേണ്ടി വരും, അവന് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല. തമൂത്തു റാഹിലത്തുഹു, അവൻ്റെ മൃഗം, അവൻ്റെ യാത്രാമൃഗം മരിച്ചു പോകും, ചത്തുപോകും ചിലപ്പോൾ. യഖിഫു ഫി വസതി ത്വരീഖ്, അവൻ വഴിയുടെ മധ്യത്തിൽ നിൽക്കേണ്ടി വരും. ഫലാ ലഹ്റൻ അബ്ഖ, ഒരു ലഹ്റും ഒരു മുതുകും അവശേഷിക്കില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു യാത്രക്കാരൻ അവൻ്റെ റാഹിലത്ത് ആണ് ലഹ്ർ ഉദ്ദേശിക്കുന്നത്, മുതുക്. അവൻ്റെ ആ യാത്രാമൃഗം അന്ന റാഹിലത്തുഹു മാത്തത്ത്, കാരണം എന്താ, ഒരു റെസ്റ്റും കൊടുക്കാതെ ആ ഒട്ടകത്തെ അല്ലെങ്കിൽ ആ മൃഗത്തെ പായിപ്പിച്ചത് കാരണം അവൻ്റെ ഒട്ടകം അല്ലെങ്കിൽ ആ മൃഗം എന്ത് ചെയ്തു, അത് ചത്തുപോയി. വല അർദൻ ഖതാഇല അന്നൽ മസാഫത്ത ബാഖിയ, അവൻ ഒരു ഭൂമിയും താണ്ടിയിട്ടില്ല. കാരണം എന്താ, അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് അവൻ എത്തിയിട്ടില്ല, അവന് ഇനിയും ദൂരം ബാക്കിയാണ്. അവസാനം അവന് യാത്ര നിർത്തേണ്ട അവസ്ഥയാണ്. അമ്മാലു അഹദ ത്വരീഖ അല മറാഹില, എന്നാൽ ഈ വഴി, അവന് യാത്ര ചെയ്യാനുള്ള വഴി അവന് മറഹലത്തായിട്ട് സ്റ്റെപ്പായിട്ടാണ് എടുത്തതെങ്കിൽ അറാഹ നഫ്സ, അവൻ സ്വയം അവൻ വിശ്രമിച്ചു. അറാഹ റാഹിലത്തഹു, അവൻ്റെ യാത്രാമൃഗത്തിനും അവന് റെസ്റ്റ് കൊടുത്തു. ഖതാഅത്വരിക്ക, എങ്കിൽ അവൻ ആ വഴി താണ്ടാൻ പറ്റുമായിരുന്നു. ബലഗൽ മഖ്സൂദ, ലക്ഷ്യസ്ഥാനത്ത് അവൻ എത്തുമായിരുന്നു. വലിഹാദാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇക്കാരണത്താൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔഗിലു ഫീഹി ബിറിഫ്ഖിൻ, റിഫ്ഖോടുകൂടി, അതായത് ദയയോടുകൂടി പെരുമാറാൻ. ഫൽ ഹാസിലു, അപ്പോൾ ഇതിന് ചുരുക്കം അന്നത്തനത്തു ഫിൽ ഇബാദഹു അസ്സിയാദത്തു ഫിഹാ അനിൽ ഹദ്ദിൽ മശ്റൂ, അപ്പോൾ ഷറാക്കപ്പെട്ട പരിധിയിൽ നിന്ന് അധികമാവലാണ് ഇബാദത്തിലുള്ള അമിതത്വം എന്ന് പറയുന്നത്. വൽ മത്ലൂബ്, തേടപ്പെടുന്ന കാര്യം അൻ യതവസ്സതൽ ഇൻസാനു ഫിൽ ഇബാദത്തി മിൻ ഗൈരി സിയാദ, ഷറഅ് അനുവദിച്ചതിൽ നിന്ന് വർദ്ധിപ്പിക്കാതെ ഇബാദത്തിലുള്ള ഒരു മധ്യമ നിലപാട്. വമിൻ ഗൈരി നുഖ്സാൻ, കുറവും ഇല്ലാതെ.